പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് വീഴുമ്പോൾ അത് വല്ല എഞ്ചിനീയറുടെയോ ഡോക്ടറുടെയോ തലയിലേക്കാണ് വീഴുക എന്നുള്ളത്. ഇപ്പോൾ അത് നേരെ തിരിച്ച് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ കല്ല് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴുന്നത് ഒരു ബിസിനസ്സുകാരിയുടെ തലയിലേക്കായിരിക്കും. ഞാനൊരു മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞ് കുഞ്ഞായതുകൊണ്ട് എനിക്ക് ജോബിന് പോകാൻ പറ്റുന്നില്ല. ഞാനൊന്ന് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തൊന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സായിരുന്നു എൻ്റെ ഈ ജ്വല്ലറി ബിസിനസ് എന്ന് പറയുന്നത്. ഞാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട് തുടങ്ങിയിട്ട്. ഓരോ ദിവസം ഓരോരോ പുതിയ പേജിൻ്റെ ലോഞ്ച്, പിന്നെ അതുപോലെ തന്നെ ഓരോ പേജസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ജ്വല്ലറി പേജസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ചറ പറയാന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ പേജ് തുടങ്ങുക. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഞാൻ സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാലും പുതിയ പ്രൊഡക്ട്സൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കാനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ എങ്ങനെയൊക്കെയല്ലോ കുറേ ആദ്യമൊക്കെ സ്റ്റാർട്ടിങ് ഫുള്ള് വാങ്ങിച്ചത് മൊത്തം എൻ്റെ ഫാമിലി മെമ്പേഴ്സും എന്നെ അറിയുന്നവരും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കുറച്ചായിട്ട് റീച്ച് ആവാൻ തുടങ്ങി. മീൻസ് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ കുറച്ച് പേര് അന്വേഷിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മളിങ്ങനെ സെയിൽ നടക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. മീൻസ് സെയിലൊന്നും നടക്കാതിരുന്ന കുറേ കാലമൊക്കെ ഉണ്ടായിരുന്നേ. എന്തായാലും നല്ല ബോറടിയായി നിർത്തിയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഏതൊരു കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റായി ചെയ്ത് കഴിഞ്ഞാലേ അതിൽ ഒരു വിജയം നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുപോലെ ഞാനിത് കുറച്ച് സ്റ്റോക്കൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പം ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ സ്റ്റോക്ക് എടുക്കാം എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റോക്ക് കൂടെ വാങ്ങിച്ചു, അതും കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എപ്പോഴും ഈ ടെമ്പിൾ ജ്വല്ലറി എന്നൊക്കെ പറയുന്നത് സീസണലാണല്ലേ. അതിപ്പം കല്യാണമൊന്നുമില്ല, വേറെ പരിപാടിയൊന്നുമില്ലെങ്കിൽ അതാരും യൂസ് ചെയ്യില്ല. പിന്നെ എനിക്ക് കുറച്ച് മിനിമൽ ആയിട്ടുള്ളതാണ്. ഞാൻ ഒന്നാമത് മീൻസ് ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആളേ അല്ല. പക്ഷേ എനിക്ക് ഇട്ടിട്ട് കാണാൻ ഇഷ്ടമാണ്, എനിക്ക് ഇടാനും ഇഷ്ടമാണ്. പക്ഷേ ഇട്ടിട്ട് പുറത്തിറങ്ങാൻ ഇഷ്ടമല്ല, ഇട്ട് നോക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ മിനിമലായിട്ടാണ് എനിക്ക് നടക്കാൻ ഇഷ്ടം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ പേര് ഇങ്ങനെ ആൻറ്റി ടാർണിഷ് ജ്വല്ലറീനെ നോക്കുന്നുണ്ട്, മീൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് തുടങ്ങി. പിന്നെ ഞാൻ അന്വേഷിച്ച് എൻ്റെ ഒരു മാനുഫാക്ചർ കണ്ടുപിടിച്ച് അങ്ങനെ എനിക്ക് കുറച്ച് ആൻറ്റി ടാർണിഷിൻ്റെ മാനുഫാക്ചർ കിട്ടി. അങ്ങനെ ഞാൻ കുറച്ച് ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ് വരുത്തിച്ചു. അത് ഞാൻ പേജിലിട്ടു. കുഴപ്പമില്ല, റീച്ച് ഉണ്ട്, ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. റീച്ച് ഉണ്ട് എന്ന് പറയുന്നില്ല, പക്ഷേ മീൻസ് പ്രൊഡക്ട്സ് ഇഷ്ടമാണ്. ഞാൻ ഹാൻഡ് പിക്ഡായിട്ട് അത്രയും ഞാൻ എടുക്കാറുള്ളൂ, ഒരുപാട് എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കുന്നത് കുറച്ചൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതങ്ങോട്ടൊരു ഇൻട്രസ്റ്റ് ആയി. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മീൻസ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് റെഫ്യൂസ് അല്ലെങ്കിൽ നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിച്ച പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെസ്സേജിൽ പിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് എൻ്റെ പേജ് കയറി നോക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്